തന്നിരിക്കുന്നു mth ടേം 1/n ആണെന്നും nth ടേം 1/m ആണെന്നും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ mnth ടേം 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കിവിടെ എഴുതാം mth ടേം 1/n ആണെന്ന് പറയുന്നു, nth ടേം 1/m ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ mnth ടേം 1 ആണെന്ന് പ്രൂവ് ചെയ്യാം. mth ടേം എന്ന് പറഞ്ഞാൽ am കാണുവാനായിട്ട് a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി, അത് 1/n ആണെന്ന് തന്നിട്ടുണ്ട്. nth ടേം കാണാനായിട്ട് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അത് 1/m. ഇതെങ്ങനെയാണ് ചെയ്തത്? 7th ടേം കാണുക, അതായത് a7 ആണെങ്കിൽ a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി. അതുപോലെ mth ടേമാണ് കാണേണ്ടത് എങ്കിൽ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി. nth ടേമാണ് കാണേണ്ടതെങ്കിൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിവിടെ തന്നിരിക്കുന്നു 1/m ആണെന്ന്, ഇവിടെ തന്നിരിക്കുന്നു 1/n ആണെന്ന്. ഇവിടെ നിന്ന് ഈ n-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഇവിടെയുള്ള ഈ m-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. n ഇപ്പുറത്തേക്ക് വരുമ്പോൾ a പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കണം n, ഇതിനെല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും അതുപോലെ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, ഇല്ല മൊത്തത്തിൽ ഈ എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈക്വൽ ടു 1. നമുക്കിനി ഇതുകൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു an, n ഇൻറ്റു ഡി ഇൻറ്റു m, കാരണം ഇത് ഈ ബ്രാക്കറ്റിൽ കയറിയിട്ട് ഈ ബ്രാക്കറ്റിൽ കയറണം. n ഇൻറ്റു ഡി dn ഇൻറ്റു m mn d. ഇനി n ഇൻറ്റു ഡി n d ഇൻറ്റു -1, അപ്പം -nd ഈക്വൽ ടു 1. ഇതേപോലെ ഇവിടെ m ഇൻറ്റു a am, m ഇൻറ്റു ഡി എം ഡി ഇൻറ്റു n, അപ്പം എമ്മും ഡിയും എന്നും വരും, അപ്പം mnd. m ഇൻറ്റു ഡി എം ഡി ഇൻറ്റു -1, അപ്പോൾ -md ഈക്വൽ ടു 1. ഇതിനെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് കൊടുത്തു, ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് കൊടുത്തു. ഒന്നാമത്തെ ഇക്വേഷനും ഇത് ഇപ്പുറത്ത് 1 ആണ്, രണ്ടാമത്തെ ഇക്വേഷനും ഇത് 1 ആണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഈക്വലാണ്. ഇവിടെയും 1 അവിടെയും 1, അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. നമ്മളത് എഴുതുന്നു. ഇത് അതേപോലെ ഇവിടെ എഴുതി, ഇത് അതേപോലെ ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ഇവിടെ mnd പ്ലസ് mnd ഇവിടെയുമുണ്ട്, പ്ലസ് mnd അവിടെയുണ്ട്. ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ ഇത് ക്യാൻസൽ ആയി പോകും. ഞാനിവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ am-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അതേപോലെ -nd-യെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. an അങ്ങനെ തന്നെ എഴുതി, ഇപ്പുറത്തുള്ള am ഇപ്പുറത്തേക്ക് വന്നു, അപ്പോൾ -am ആയി. ഇനി -nd അപ്പുറത്തേക്ക് പോയപ്പോൾ +nd ആയി. ബാക്കി ഇവിടെ ഒരു -md കൂടി ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ a കോമൺ ആണ്, ഇവിടെ d കോമൺ ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. a പുറത്തെടുത്തു, ബാക്കി ഇതിനകത്തുള്ളത് n - m. അതേപോലെ ഇവിടെ നിന്ന് d പുറത്തെടുത്തു, ബാക്കിയുള്ളത് n - m. ഇവിടെ നോക്കുക, ഇവിടെയും n - m ഉണ്ട്, ഇവിടെയും n - m ഉണ്ട്. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ആവും, ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് ക്യാൻസൽ ആക്കി കളയാം. അങ്ങനെ ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ a ഈക്വൽ ടു d എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. എയും ഡിയും ഈക്വലാണ്, അതിന് ഞാൻ 3 എന്ന് കൊടുത്തു. ഇനി ഈ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മളിവിടെ എടുത്ത ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് മിനിമൈസ് ചെയ്തിടാൻ പോവുകയാണ്. ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, അതൊന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. a ഈക്വൽ ടു d എന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണേ, എക്ക് പകരം d കൊടുക്കുന്നു. അപ്പം dn പ്ലസ് ഇത് mnd മൈനസ് nd. ഇത് d ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു d എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇത് പോസിറ്റീവ് nd, ഇത് നെഗറ്റീവ് nd. അപ്പം ഇത് തമ്മിൽ കട്ട് ചെയ്തു പോകും. ബാക്കി നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ mnd ഈക്വൽ ടു 1 എന്ന് മാത്രമായി. നമുക്ക് d കണ്ടുപിടിക്കാനായിട്ട് ഈ mn ഇപ്പുറത്തേക്ക് പോകുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന mn ഇപ്പുറത്ത് വരുമ്പോൾ d ഈക്വൽ ടു 1/mn. ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അപ്പം എയും ഡിയും ഈക്വൽ ആണ്, ഡിയുടെ വാല്യൂ 1/mn ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂയും 1/mn തന്നെ ആയിരിക്കും. എയുടെ വാല്യൂയും ഡിയുടെ വാല്യൂയും ഓൾറെഡി ഈക്വൽ ആണ്, ഡിയുടെ വാല്യൂ 1/mn എന്ന് കണ്ടുപിടിക്കും. അപ്പം എയ്ക്കും ഡിക്കും നമുക്ക് 1/mn ഇട്ട് കൊടുക്കാം. നമ്മളിനി ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ പാർട്ടിലേക്ക് പോകുന്നു. നമുക്കിനി mnth ടേം കാണണം. ഓക്കെ, mnth ടേം കാണണം. mnth ടേം കാണുക എന്ന് പറഞ്ഞാൽ amn കാണുക. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ നോക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സംശയം ഉണ്ടാകാം. 7th ടേം കാണണമെങ്കിൽ a പ്ലസ് 7 - 1 ഇൻറ്റു ഡി. ഒന്നും കൂടി
സെവൻത്ത് ടേം കാണണമെങ്കിൽ എ പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി. mth ടേം കാണണമെങ്കിൽ എ പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ mnth ടേം കാണണമെങ്കിൽ എ പ്ലസ് mn മൈനസ് 1 ഇൻറ്റു ഡി. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. mnth ടേം കാണുക എന്ന് പറഞ്ഞാൽ എ പ്ലസ് mn മൈനസ് 1 ഇൻറ്റു ഡി. ഇനി നമ്മൾ എക്ക് പകരം 1/n എന്ന് കൊടുക്കും, ഡിക്ക് പകരവും 1/mn എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തും. amn ഈക്വൽ ടു എക്ക് പകരം 1/mn പ്ലസ് mn മൈനസ് 1 ഇൻറ്റു ഡി, ഡിക്ക് പകരവും 1/mn. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ mn ഉണ്ട്, ഇവിടെയും ഡിനോമിനേറ്റർ mn ഉണ്ട്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതി കാണിച്ചു തരാം. ഒന്നുകൂടി എഴുതിയിരിക്കുന്നു. amn ഈക്വൽ ടു 1/mn. ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് എഴുതിയെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്കുക, ഇവിടുത്തെ ഡിനോമിനേറ്ററും ഒന്നാണ്. അതായത് ഇവിടുത്തെ അമ്മയും ഒന്നാണ്. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ മതി, ഒറ്റ അമ്മ മതി. എന്നിട്ട് ഈ മക്കളെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഒറ്റ ഡിനോമിനേറ്റർ mn, ഇവിടെയുള്ള 1 പ്ലസ് ഇവിടെയുള്ള mn മൈനസ് 1. നമുക്ക് ഇവിടെ കാണാം, ഇവിടെ പോസിറ്റീവ് 1 ഉണ്ട്, നെഗറ്റീവ് 1 ഉണ്ട്. അത് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇവിടെ വരുന്നത് mn/mn, മുകളിലും mn താഴെയും mn. അപ്പോൾ ഇതും കട്ടായി പോവും. ആൻസർ 1. അത് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൂവ്ഡ്. ഓക്കെ, നല്ല കണക്കാണ്, നന്നായിട്ട് ചെയ്ത് പഠിക്കുക.